ഷാഫിക്കെതിരെ ബിജെപിയും രാഹുൽ കോൺഗ്രസിന്റെ ഗോവിന്ദച്ചാമി എന്ന ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗുരുവായ ഷാഫി സ്വീകരിച്ചത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പരിപൂർണ ഉത്തരവാദി ഷാഫിയാണ്. ഇതൊരു മാഫിയ സംഘമാണ്. കെപിസിസി പ്രസിഡന്റിന് നടപടിയെടുക്കാൻ പേടി. ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെയാണ് രാഹുൽ ഇതെല്ലാം ചെയ്തത്. വി.ഡി. സതീശന് പോലും രക്ഷയില്ല. പിന്നെയാണോ ഷഹനാസ്? പൊതുസമൂഹം അപ്പോൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ എന്നും കൃഷ്ണകുമാർ ചോദിച്ചു. കോൺഗ്രസിലെ ഗോവിന്ദച്ചാമിയാണ് ശ്രീ രാഹുൽ മാങ്കുട്ടൻ. ആ ഗോവിന്ദച്ചാമിക്ക് അടങ്ങുന്ന മാഫിയ സംഘമാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. ഈ ഗോവിന്ദച്ചാമിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുരുവിന് അറിയായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എല്ലാ അനുഗ്രഹശുദ്ധിയോടുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ചെയ്തികളെയും ന്യായീകരിക്കുന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിനെ സംരക്ഷിച്ചിട്ടുള്ളത്. നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ പരാതികൾക്കെതിരായിട്ട് കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കാതിരുന്നത് ഷാഫി പറമ്പിലിൻ്റെ സമ്മർദ്ദം മൂലമാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിലും അടങ്ങുന്ന മാഫിയ സംഘം ഗോവിന്ദച്ചാമിമാരെ പോലെയാണ് കോൺഗ്രസിനകത്ത് പെരുമാറുന്നത്. കോൺഗ്രസിനകത്ത് നിരവധി യുവതികൾക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുക. ഈ മാഫിയ സംഘത്തെ കെപിസിസി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഭയക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാവാത്തത്. പാലക്കാട്ടുകാരെ ഷാഫി പറമ്പിൽ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ നീചമായിട്ടുള്ള സ്വഭാവ വൈകൃതമുള്ള ഒരാളെയാണ് പാലക്കാടിൻ്റെ MLA ആയിട്ട് ഷാഫി പറമ്പിലൂടെ കൊണ്ടുവന്നത്. ഷാഫി പറമ്പിലാണ് ഇതിന് പരിപൂർണമായിട്ട് ഉത്തരവാദി. ഷാഫി പറമ്പിൽ പാലക്കാട് ജനതയോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. ഇത്രയും നീചനായിട്ടുള്ള ഒരു ഗോവിന്ദച്ചാമിയെ പാലക്കാടിന് സമ്മാനിച്ച ഷാഫി പറമ്പിൽ മാപ്പ് പറയണം. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്തരം ചെയ്തികളെ അതിനെതിരായിട്ട് ശബ്ദിക്കാനോ അതിനെതിരായിട്ടുള്ള നടപടിയെടുക്കാനോ കോൺഗ്രസ് തയ്യാറാവാതിരുന്ന സമയത്ത് ഇതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലുള്ള ശക്തിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിരുന്നു. അത് ഷാഫി പറമ്പിലാണ്. അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ എല്ലാവിധ പിന്തുണയോട് കൂടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത്. വി.ഡി. സതീശനെ വിടാത്ത പാർട്ടിയല്ലേ, സ്വന്തം പാർലമെൻ്ററി പാർട്ടി നേതാവിനെ വിടാത്ത പാർട്ടിയാണ് കോൺഗ്രസിലെ സൈബർ സംഘം. അപ്പോൾ ഷഹനാസിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിയെ ഇവർ വെറുതെ വിടില്ലല്ലോ. കോൺഗ്രസിനകത്ത് ഒരുപാട് ആളുകൾ ഇതിനെതിരായിട്ട് ശബ്ദമുയർത്താൻ തയ്യാറായി വരുന്നുണ്ട്. കോൺഗ്രസിനെ ഒരു പകർച്ചയിലേക്ക് ഈ സംഭവം കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UTV ന്യൂസ്, പാലക്കാട്.